ജെഫ്രി എപ്സ്റ്റീൻ അമേരിക്കൻ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പം എപ്സ്റ്റീൻ ഫയൽസ് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു വിവാദമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് കുറച്ച് ഇമെയിൽസ് ആണ് ഇറങ്ങിയേക്കുന്നത്. അതിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരുമുണ്ട്, അമേരിക്കയിൽ നിന്ന് വലിയ വലിയ പേരുകളുമുണ്ട്. അത് വേറൊരു വിവാദം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തന്നെ ഉള്ള ഒരു ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരു ചൈൽഡ് ട്രാഫിക്കർ ആയിരുന്നു. ആൾ മൈനർ ആയിട്ടുള്ള ഗേൾസിനെ ഗ്രൂം ചെയ്ത് ട്രാഫിക് ചെയ്ത് കുറേ വലിയ ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമായിരുന്നു. അതിന് അയാൾക്ക് സ്വന്തമായിട്ടൊരു ഐലൻഡ് കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത് ആരും പിടിക്കപ്പെടാതെ, എന്തുകൊണ്ട് ഇയാൾ ഇത് ചെയ്തു ആരും പിടിക്കപ്പെടാതെ എന്ന് വെച്ചാൽ തിര സിനിമ കണ്ട പോലെ ഒരുപാട് ഉന്നതര് ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അവരുടെ ഫേസ് സംരക്ഷിക്കേണ്ട കൊണ്ടാണ് അയാൾ ഇത്രയും കാലം ഇത് രക്ഷപ്പെട്ട് നടന്നത്. ഒരു പക്ഷേ കൺവിൻഡ് ആയതിനു ശേഷം വളരെ അത്ഭുതകരമായ ഒരു സൂയിസൈഡിലൂടെയാണ് ജെഫ്രി എപ്സ്റ്റീൻ മരണപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജെഫ്രി എപ്സ്റ്റീനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇറ്റ്സ് എ ബിറ്റ് ഡിസ്കസിങ് ഡീറ്റെയിൽസ്, പക്ഷേ അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറ്റ് വാട്ട് ലെങ്ത് പീപ്പിൾ ആർ വില്ലിംഗ് ടു ഗോ, എത്രത്തോളം പണം ആവശ്യമുണ്ട് അവർ ഉണ്ടാക്കി വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്താണ് വിക്ടിംസിൻ്റെ സ്റ്റോറീസിലൂടെ പറയുന്നത്. ജെഫ്രി കഥയല്ല, റിയാലിറ്റിയാണ്.